ഉമ്മി വേണോ? എന്നും എൻ്റെ വീഡിയോസ് അല്ലേ നിങ്ങൾ കാണാറ്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് പീലിക്കുട്ടിയുടെ ഒരു മോർണിംഗ് റൊട്ടീന് കണ്ടാലോ. ഒരു കുറുമ്പില്ലാതെ നിൽക്കുന്ന പീലിക്ക് പല്ല് തേക്കുന്നതിന് ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ സോപ്പിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ പല്ലൊക്കെ തേപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കും. പിന്നെ ദിച്ചു കഴിക്കുമ്പോൾ തന്നെ അവളും ഫുഡ് കഴിക്കും കേട്ടോ. കാരണം ബാലവാടിയിൽ ചെന്ന വഴി തന്നെ അവർക്ക് ഫുഡൊക്കെ ഉണ്ട്. അപ്പം നേരത്തെ ഫുഡ് കൊടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ അതാ ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുളി കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. 9:30 ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ നിന്ന് പോകണം. ഇപ്പം ടൈം 9 ആയി. ഇനി എന്താ കുളി കഴിഞ്ഞില്ല, ഇനി എന്താ ചെയ്യാ? കുളി കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പ് തുടങ്ങണം എന്നാണ് കേട്ടോ അവള് പറയണത്. അപ്പോൾ അത് അങ്ങനെ ഞാൻ റെഡിയായി വന്നിട്ട് അവളെന്നെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പൗഡർ ഇടുന്നതൊന്നും ആൾക്ക് ഇഷ്ടമല്ല. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബേബി പൗഡറൊക്കെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മുടി കെട്ടി കൊടുക്കും കേട്ടോ. ഇപ്പോൾ 2 സൈഡിലും മുടി കെട്ടണത് ഭയങ്കര ഇഷ്ടമാണ്. കൊമ്പ് വേണം എന്ന് പറയും കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഫാനൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഉണക്കിയിട്ട് മുടി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെയൊക്കെ നീറ്റ വഴി തന്നെ കൊച്ചു ടിവിയുടെ മുന്നിലാണ് കേട്ടോ അധികം ഇരിക്കുക. അത് കണ്ടോണ്ടിരിക്കൊന്നുമില്ല. ദിച്ചുവിൻ്റെ സ്കൂൾ ബസ് നമ്മളെ വീടിൻ്റെ മുന്നിലാണ് കേട്ടോ നിൽക്കുക. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ വന്ന് പീലിനെ കളിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ടൈം അങ്ങനെ പോകും. പക്ഷേ കൊച്ചു ടി വി ഇവിടെ ഇങ്ങനെ ഓടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ 2 സൈഡിലും മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. ആളിങ്ങനെ സജഷൻസൊക്കെ പറയും കേട്ടോ. ഇന്ന് സ്ലൈഡ് വേണ്ട, ഇന്ന് വള വേണ്ട, മാല വേണ്ട എന്നൊക്കെ. ഞാനതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ ശനി ഞായറും ലീവൊക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച പോകുമ്പോൾ ചെറിയൊരു വാശിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ നമ്മുടെ കൂടെ വരട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ആളങ്ങനെ വലിയ കുറുമ്പൊന്നും കാണിക്കാറില്ല. പലവരുടെ മുന്നിലെത്തിയാൽ അങ്ങനെ കരഞ്ഞു ബഹളം വയ്ക്കാറുമില്ല കേട്ടോ. പെട്ടെന്ന് ടാറ്റൊക്കെ തന്ന് ഉമ്മയെ തന്ന് പോകും. നമ്മുടെ കസിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഈ ഐഷാഡ് ഇട്ട് കൊടുത്തതാണ്. അതിനുശേഷം ആൾക്ക് ഇപ്പോൾ റെഡി ആവുകയാണെന്നുണ്ടെങ്കിലും ഇത് വേണം കേട്ടോ. മേക്കപ്പ് സെറ്റ് എന്ന് പറയണത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ണിൻ്റെ മുകളിൽ ചിലപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കും, ചിലപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കണ പോലെ അങ്ങനെ കാണിക്കും കേട്ടോ. പക്ഷെ ആൾ വേഗം കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് അതില്ലാന്ന് കണ്ടുപിടിക്കും. അതിട്ടില്ലെങ്കിൽ ഇവിടെ യുദ്ധമാണ്. ഇന്ന് ബ്ലൂ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ബ്ലൂ ഇട്ട് കൊടുത്തിട്ടുള്ളത്. സ്കേർട്ടിൻ്റെ കളർ ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ മതി എന്നാണ് പറയണത്. എന്ത് ചെയ്യാനാ ഗെയ്സ്. പിന്നെ കൺമഷിയും കൊണ്ട് കണ്ണിൻ്റെ ഉള്ളിലൊന്നും എഴുതാൻ സമ്മതിക്കില്ല കേട്ടോ. ഐലൈനറും കൊണ്ട് ജസ്റ്റ് ഒരു വാലും ഒരു പൊട്ടും. കവളത്തൊന്നും കുത്തന്നെ ഇടാൻ സമ്മതിക്കില്ല. അതൊക്കെ തേച്ച് മാച്ചു കളയും കേട്ടോ. അങ്ങനെയാണ് ഓൾക്ക് ഓളുടേതായ കുറേ എന്താ പറയുക മേക്കപ്പ് സങ്കല്പങ്ങളുണ്ട് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ ആള്. അപ്പോൾ ഞാനും അതിനനുസരിച്ച് നിൽക്കും. അല്ലെങ്കിൽ രാവിലെ അടിപിടി കൂടി ആകെ ബഹളം വയ്ക്കും. ഞാനിവിടെ ഒരു ബ്യൂട്ടി സ്പോട്ട് ഇട്ട് കൊടുത്താണ്. അത് മായ്ക്കാണ് കേട്ടോ. അതൊന്നും പറ്റില്ല കേട്ടോ ആൾക്ക്. പിന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാവാറ് എന്തിനാണെന്നറിയോ? ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അവൾ ഇടുള്ളൂ. അത് ഇപ്പം ഇന്നലെ ഇട്ടതാണെന്നുണ്ടെങ്കിൽ ഇന്നത് ഇടണം നിർബന്ധമാണ് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഈ ഡ്രസ്സിലൊക്കെ നിറയെ പൗഡറായിരിക്കുകയാണ് കേട്ടോ. ഞാൻ പൗഡർ ഇങ്ങനെ കൊട്ടിയപ്പോൾ കുറച്ചാണ് ഇടാൻ സമ്മതിക്കുള്ളൂ. അത് പൊട്ടിയപ്പോൾ മേലിൽ കൂടെ ആയതാണ്. അതൊന്ന് തുടച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചു. വേഗം റെഡി ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഹെയർ ബാൻഡ് വെക്കാൻ പറഞ്ഞിട്ട് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച ഭംഗി ഉണ്ടാവും നോക്കി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ആൾ സമ്മതിക്കില്ല കേസ്. അതൊന്നും അവിടെ പറ്റില്ല കേട്ടോ. മുടി കേടുവരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവളെ ഇഷ്ടത്തിനാവട്ടെ എന്ന് വിചാരിച്ചു. വാശി പിടിക്കാൻ ടൈമില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇപ്പോൾ ഈ ബാഗിലൊക്കെ എന്ന്. ബാഗിലൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ബാഗ് മാത്രമേ ഉള്ളൂ. ചെറിയ ബാഗാവുകൊണ്ട് തന്നെ അതിലൊന്നും ഇടാനും പറ്റില്ല കേട്ടോ. സ്ലൈറ്റ് ഉണ്ട്, ബാഗിനെക്കാട്ടിൽ വലിയ സ്ലൈറ്റാണ്. പിന്നെ അവർക്ക് പഠിപ്പിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ടീച്ചറൊന്നും കൊണ്ടുവരാനും പറഞ്ഞിട്ടില്ല. ഉമ്മി വേണോ? ബൈ. അങ്ങനെ പീലിൻ്റെ ബാലവാടിയിലാക്കിയിട്ട് ഞാൻ നേരെ ഓഫീസിൽ പോവാം. ബാക്കി വിശേഷം നാളെ.